നമസ്തേ. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സെക്ഷനാണ് ചർച്ച ചെയ്യുന്നത്. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ പെയർ ഓഫ് കോയിൻസ്. ദെൻ വാട്ട് ഈസ് എ സാമ്പിൾ സ്പേസ്? ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്താൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു എച്ച് എച്ച് ടി എച്ച് എച്ച് ടി ടി ടി. ഓക്കെ, എ പെയർ ഓഫ് കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസിൽ 4 എലമെൻറ്റ്സ് വരും. എച്ച് എച്ച് ടി എച്ച് എച്ച് ടി ആൻഡ് ടി ടി. കൺസിഡർ എ ഫംഗ്ഷൻ എക്സ് ഓൺ എസ് ദാറ്റ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ത്രോൺ. നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എണ്ണം വെച്ച് നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അപ്പം ഡിഫൈൻ എ ഫംഗ്ഷൻ എക്സ് on S that the number of heads thrown, then X takes the values. The number of heads എങ്ങനെയൊക്കെ വരാം? 2 ഹെഡ്സ് വരാം, 1 ഹെഡ് വരാം, ഹെഡ് വരാതിരിക്കാം. ഓക്കെ, then the X takes the values 2, 1 and 0. എന്നുവെച്ചാൽ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? 2 ഹെഡ്സ് വരാം, 1 ഹെഡ് വരാം, 0 ഹെഡ്സ് വരാം, ഹെഡ് വരാതിരിക്കാം. ദാറ്റ് ഈസ് നോ ഹെഡ്. ദെൻ എക്സ് ഈസ് കാൾഡ് എ റാൻഡം വേരിയബിൾ. എക്സ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് 0, 1 and 2. സോ എക്സ് ഈസ് കാൾഡ് എ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ സൂചിപ്പിക്കാൻ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് ക്യാപിറ്റൽ എക്സ് വൈ ഇസഡ് ഒക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ അവയുടെ വാല്യൂസ് നമ്മൾ സ്മാൾ എക്സ് വൈ ഇസഡ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എക്സ് ആണ് റാൻഡം വേരിയബിളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ടേക്സ് ദ വാല്യൂ 0, 1 and 2. ദെൻ ഹിയർ എക്സ് ഈസ് കാൾഡ് എ റാൻഡം വേരിയബിൾ. എക്സിന് 2 വരുമ്പോൾ പ്രോബബിലിറ്റി എന്തായിരിക്കും? എക്സിന് 2 വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി. നോക്കേ, എന്താണ് പ്രോബബിലിറ്റി? നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലേ. അപ്പോൾ എക്സിന് 2 മീൻസ് 2 ഹെഡ്. അപ്പോൾ 2 ഹെഡ് വരുന്ന എത്ര ചാൻസ് ഉണ്ട്? നോക്കി, 1 ചാൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഇവിടെ 1 ഉള്ളൂ. ടോട്ടൽ കേസസ് എത്ര വരും? സാമ്പിൾ സ്പേസിലെ എണ്ണം എത്രയാണ്? 4. അപ്പോൾ എൻ ഓഫ് എസ് 4 ആണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 1/4. അതായത് 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ഈസ് 1/4. ദെൻ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 നമ്മളിവിടെ എടുത്ത എക്സ് ഡിനോട്ട് ചെയ്ത് എന്തിനാണ്? നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് എന്താണ്? 1 ഹെഡ് വരുന്നത്. 1 ഹെഡ് വരുന്ന എത്ര ചാൻസ് ഉണ്ടെന്ന് നോക്കിയേ. എത്ര കേസസ് ഉണ്ട്? ടി എച്ച് ആദ്യം, രണ്ടാമത് ഹെഡ് വരെ, ആദ്യം ഹെഡ് വരെ, 2 കേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്നുള്ള എത്രയാണ് എൻ്റെ പ്രോബബിലിറ്റി? 2/4. ഓക്കെ, ഇനി വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0? എക്സ് ഈസ് ഈക്വൽ ടു 0 മീൻസ് നോ ഹെഡ്. നോ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്ര വരും? നോ ഹെഡ് മീൻസ് 2 ടെയിലാകുന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എത്ര വരും? 1/4. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്നുള്ളൊരു റാൻഡം വേരിയബിൾ എന്താണ് എടുത്തത്? നമ്പർ ഓഫ് ഹെഡ്സ് ത്രോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ടേക്സ് ദ വാല്യൂ 0, 1 and 2. ഹിയർ എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ. ദെൻ വി ഫൈൻഡ് ദ പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് ടു ദ വാല്യൂ 0, 1 and 2. എക്സിന് 0, 1, 2 വരുന്ന പ്രോബബിലിറ്റി എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ റാൻഡം വേരിയബിളിനെയും ഈ പ്രോബബിലിറ്റിയും കൂടെ നമുക്കൊരു ടേബിളായിട്ട് സെറ്റ് ചെയ്യാം. നോക്കിയേ, ഇവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്. ദെൻ എക്സ് ടേക്സ് ദ വാല്യൂ 0, 1, 2. എക്സിന് 0 വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/4. എക്സിന് 1 വരുന്ന പ്രോബബിലിറ്റി എത്രയാണ്? 2/4. എക്സിന് 2 വരുന്ന പ്രോബബിലിറ്റി എന്താണ്? 1/4. ഓക്കെ, അപ്പോൾ ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമ്മളിങ്ങനെ ടേബിളായിട്ട് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ റാൻഡം ഇതിൽ 1-2 എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് റാൻഡം വേരിയബിൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ റാൻഡം വേരിയബിളും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും ഇങ്ങനെ ടേബിളായിട്ട് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പ്രോബബിലിറ്റീസ് നോക്കി, ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1/4, 2/4, 1/4 അവയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4/4 1 അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ ദ സം ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് ഈസ് സിഗ്മ പി ഓഫ് എക്സ് ഐ ഈക്വൽ ടു 1 ആയിരിക്കും. I ഈസ് ഈക്വൽ ടു 1 to n എന്ന് നമുക്ക് എഴുതാം. n വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്, റാൻഡം വേരിയബിളിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ ഓഫ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഈ പ്രോബബിലിറ്റിയുടെ സം എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ ഒരു പ്രാവശ്യം എക്സാമിനും ഫസ്റ്റ് പാർട്ടായിട്ട് ഇതുപോലെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ പല പ്രാവശ്യവും ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഒരു വർഷം ചോദിച്ചിരുന്നു, വാട്ട് ഈസ് സിഗ്മ പി എക്സ്, സം ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 1. അത്ര ഇത് നിങ്ങൾക്ക് 1 മാർക്കാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. റാൻഡം വേരിയബിൾ പറഞ്ഞു, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, സം ഓഫ് പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഇനി ഇതിൽ തന്നെ നമ്മൾ ഈ എക്സ് ഇൻറ്റു പി എക്സ് കണ്ടാൽ, എക്സ് ഇൻറ്റു പി എക്സ്, നമുക്ക് എക്സ് ഇൻറ്റു പി എക്സ് കാണാൻ എങ്ങനെയാണ്? 0 ഇൻറ്റു 1/4 0, 1 ഇൻറ്റു 2/4 2/4, 2 ഇൻറ്റു 1/4 2/4. ഇവയെല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇതിൻ്റെ സം ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ്. സിഗ്മ എക്സ് എന്നാണ് നമുക്ക് എക്സ് ഐ പി എക്സ് ഐ എന്ന് എഴുതാം. I ഈസ് ഈക്വൽ ടു 1 to n എന്ന് എഴുതാം. സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് എന്നെങ്കിലും ഓർത്തിരിക്കുക. സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ്, അത് നമ്മളൊരു പേര് പറയും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അതിനത് ഇങ്ങനെയാണ് എഴുതുന്നത്. സിഗ്മ എക്സ് ഇൻറ്റു പി എക്സിന് പറയുന്ന പേര് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇതിന് വേറൊരു പേരുടെ പറയും നമ്മൾ മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. ഓക്കെ. അപ്പോൾ മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു പി എക്സ് ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതിയിട്ട് അവിടെ തന്നെ ഇത് മൾട്ടിപ്ലൈൻ എളുപ്പമല്ലേ? എക്സ് ഇൻറ്റു പി എക്സ് കാണുക, അതിൻ്റെ സം കാണുക, അതിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ എന്ന് പറയും. നമ്മളിതിനെ മീൻ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മീൻ, ഇതിൻ്റെ സം, ഇതിൻ്റെ സിഗ്മയാണ് നമ്മുടെ മീൻ. സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ്, സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് വിച്ച് ഈസ് കാൾഡ് മീൻ ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഓക്കെ. വളരെ സിമ്പിൾ ടോപ്പിക്, സിമ്പിൾ സെക്ഷനാണ്. പക്ഷേ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എക്സ് സ്ക്വയറിൻ്റെ പി എക്സും കൂടെ കാണുന്നു. അടുത്ത് ഞാൻ എന്താണ് കാണുന്നത്? എക്സ് സ്ക്വയറിൻ്റെ പി എക്സ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സം വേണം നമുക്കൊന്ന് കാണാമല്ലോ. ഇവിടുത്തെ മീൻ എത്ര വരും? 2 + 2, ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര വരുന്നത്? 4/4 1. അപ്പോൾ ഇവിടുത്തെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ മീൻ എത്രയാണ്? 1. ഓക്കെ. ഇനി ഞാൻ എക്സ് സ്ക്വയറിൻ്റെ പി എക്സ് കാണുകയാണ്. എക്സ് സ്ക്വയറിൻ്റെ പി എക്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സിൻ്റെ പി എക്സിൻ്റെ എക്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. എക്സിൻ്റെ പി എക്സിൻ്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പി എക്സ്. അപ്പോൾ അത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവ തങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും 0, ഇത് തങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് 2/4, ഇവ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്ത് 4/4. ഇനി ഇവയെല്ലാം കൂടെ ആഡ് ചെയ്താൽ, അതായത് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ്. ഓക്കെ. ഇതിനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയും. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ്. ഓക്കെ. ഇനി നമ്മുടെ കയ്യിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഉണ്ടെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ. വേരിയൻസ് ഓഫ് എക്സ് ഈസ്
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ സെക്ഷൻ ഇത്രയുമാണ് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുക. എന്തൊക്കെയാണ്? റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ചോദിക്കും. റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ ചോദിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇനി വേറെ കണ്ടീഷനുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം? മീൻ ആൻഡ് വേരിയൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത് ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് ടീച്ചർ പറഞ്ഞത്. അതിന് വേറൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ എവിടെ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു പി എക്സ് ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ആണ്. മീൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓർ മ്യൂ. And variance of x is equal to expectation of x square minus expectation of x the whole square. That is sigma x square into px minus sigma x into px the whole square. ഈ വീഡിയോയുടെ അവസാനം ടീച്ചർ റിസൾട്ട് എല്ലാം കൂടെ ഈ ബോർഡിലൊന്ന് സോർട്ട് ചെയ്ത് ഇട്ടിരിക്കാം. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് നോക്കിയേ. നേരത്തെ പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി. Consider a random experiment of tossing a coin 3 times. Define x as the number of heads. നേരത്തെ ഹെഡ് അല്ല, നമുക്ക് number of tails thrown. Define x as the number of tails thrown. Write the values of x. Write the probability distribution table and find the mean and variance of x. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്? ടോസിങ് എ കോയിൻ 3 ടൈംസ്. ടോസിങ് എ കോയിൻ 3 ടൈംസ് എന്നാണ്. അപ്പോൾ ഇതിന് നമ്മളതിൻ്റെ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണോ റാൻഡം എക്സ്പെരിമെൻറ്റ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതണം. അതിന് മാർക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താണ്? ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് കാണും? 2 ക്യൂബ്, 8 എലമെൻറ്റ്സ്. ആ 8 എലമെൻറ്റ്സ് നമുക്കൊന്ന് എഴുതാം. ഏതൊക്കെയാണ്? 3 എച്ച് വരാം, 2 എച്ച് ടി വരാം, അതായത് 2 ഹെഡും 1 ടെയിൽ. അത് തന്നെ ഏതൊക്കെ രീതിയിൽ വരാം? 2 ഹെഡ് ആദ്യം വരാം, എച്ച് ടി എച്ച് എന്നാകാം, ഇനി ടി എച്ച് എച്ച് എന്നാകാം. അപ്പം 2 ഹെഡ് ഇങ്ങനെയെല്ലാം വരാം. അടുത്തതോ ഇനി 1 ഹെഡ്, അപ്പോൾ എച്ച് ടി ടി. അടുത്തത് ഓക്കെ, ടി എച്ച് ടി, ടി ടി എച്ച്. ഇനി ഹെഡ് ഇല്ലാതെ 3 ടെയിൽ. 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് ഏതാണെന്ന് കാണുമ്പോൾ തന്നെ അതിന് സാമ്പിൾ സ്പേസ് എഴുതുക. അതിന് നമുക്ക് മാർക്ക് കാണും. ഇനി എന്താണ് എക്സ്? റാൻഡം വേരിയബിൾ എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? എക്സ് ഈസ് ദ നമ്പർ ഓഫ് ടെയിൽസ് ത്രോൺ. അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് ടെയിൽസ് വരുന്നതിൻ്റെ എണ്ണമാണ് നമ്മളുടെ എക്സ്. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് സ്വീകരിക്കാം? ഇവിടെ ടെയിൽ എങ്ങനെയൊക്കെ വരാം? ഇവിടെ നോക്ക്, ടെയിൽ ഇല്ലാതെ വരാം, ദാറ്റ് ഈസ് നോ ടെയിൽ. ഇനി ഇവിടെയോ, ഇവിടെയൊക്കെ നോക്ക്, 1 ടെയിലുള്ളത് വരാം, ഇനി 2 ടെയിലുള്ളത് വരാം, 3 ടെയിലുള്ളത് വരാം. അപ്പം നമ്പർ ഓഫ് ടെയിൽസ് എങ്ങനെയൊക്കെ വരാം? നോ ടെയിൽ വരാം, 1 ടെയിൽ വരാം, 2 ടെയിൽസ് വരാം, 3 ടെയിൽസ് വരാം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എക്സ്? അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് ടേക്സ് ദ വാല്യൂസ് ഏതൊക്കെയാണ്? നോ ടെയിൽ, 1 ടെയിൽ, 2 ടെയിൽ, 3 ടെയിൽ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടെയിൽസ് ആയതുകൊണ്ടാണ് 0 ടെയിൽ, 1 ടെയിൽ, 2 ടെയിൽ, 3 ടെയിൽ. ഇനി 5 പ്രാവശ്യം അറിയുവാണെങ്കിൽ നമുക്കിത് 0 തൊട്ട് 5 വരെ വരും. ഇവിടെ നേരത്തെ നമ്മൾ 3 പ്രാവശ്യം 2 കോയിൻ ടോസ് ചെയ്തപ്പോഴാണ് നമ്മൾ 0 1 2. ഇവിടെ 3 ആയപ്പോൾ അത് 0 1 2 3 എന്നായി. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എഴുതി ക്ലിയർ ആയോ? ഇനി നമുക്ക് ഓരോ പ്രോബബിലിറ്റി ഒന്ന് കാണാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നോ ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ഈ സാമ്പിൾ സ്പേസിൽ നോക്കണം. നോ ടെയിൽ, ടെയിൽ വരാത്ത എത്ര ചാൻസ് ഉണ്ട്
നോക്കേ ടെയിൽ വരാത്ത ഒരു ചാൻസ് അല്ലേ ഉള്ളു. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്താണ്? 1 സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 8 എലമെൻറ്റ്സ് അല്ലേ? അപ്പം 1/8. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 മീൻസ് 1 ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി. 1 ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി നോക്കി. 1 ടെയിൽ വരുന്ന എത്ര കേസസ് ഉണ്ട്? 1, 2, 3. ഒരു ടെയിൽ വരാനുള്ള 3 കേസസ് ഉണ്ട്. ദെൻ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എത്ര വരും? 3/8. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി. അത് എത്ര കേസ് ഉണ്ട്? 1, 2, 3. ദാറ്റ് ഈസ് 3/8. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. 3 ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി. നമ്മുടെ സാമ്പിൾ സ്പേസിൽ നോക്കി 3 ടെയിൽ വരാനുള്ള എത്രയാണ്? ഒരെണ്ണം. അപ്പം 1/8. അപ്പം നമ്മൾ റാൻഡം വേരിയബിൾ എഴുതി, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കണ്ടു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേബിൾ ഉണ്ടാക്കണം. ഈ എക്സും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടെ നിരത്തി വെച്ച് നമുക്കൊരു ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ രണ്ടാമത്തെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് പി എക്സ് അതൊരു ടേബിൾ ആക്കണം. അപ്പോൾ എക്സിന് വേണ്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിനുള്ള വാല്യൂസ് 0, 1, 2, 3. ഇപ്പോൾ എക്സിനുള്ള വാല്യൂസ് 0, 1, 2, 3 ആണ്. ഇനി കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഏതൊക്കെയാണ്? കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/8, 3/8, 3/8, 1/8. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ ഇത്ര എഴുതിയാൽ മതി. ഞാനിനി താഴോട്ട് ചെയ്യാൻ വേണ്ടി വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്താണ്? എക്സും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എഴുതുക. ഇത് നമ്മൾ ചെയ്ത് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ? ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 3 + 1 4 7 8 8/8 1. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെറുതാണെങ്കിൽ ഒരുപാട് പ്രോബബിലിറ്റീസ് ഉള്ള കേസസ് വരും. ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ പറയുമ്പോൾ എത്ര? ഇപ്പം കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ ഡൈ ആൻഡ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഷോസ്. അതായത് ഒരു ഡൈ ത്രോ ചെയ്താൽ നമ്പർ, അത് വരുന്ന നമ്പറാണ് അവിടെ എക്സ്. അപ്പോൾ എക്സ് എന്തൊക്കെ വരാം? 1 എന്നുള്ള നമ്പർ വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ അതും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ വരും. എന്നിട്ട് ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി കാണും. എപ്പോഴും എന്തായിരിക്കണം? ഈ പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്യുമ്പോൾ 1 ആണെങ്കിൽ നമ്മൾ എഴുതി ശരിയാവും. അപ്പോൾ ഇതിൻ്റെ നോക്കിയേ 1 അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റീസിൻ്റെ സം 1 ആണ്. ഓക്കെ ആയി. ഇനി അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസറായി. ഇനി അടുത്തത് എന്താണ്? ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പം മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മീൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് കാണുന്നത്? സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ്. സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് വേണമെങ്കിൽ i = 1 to n ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് മീൻ കാണാനായിട്ട് എന്ത് വേണം? എക്സ് ഇൻറ്റു പി എക്സ് വേണം. അപ്പോൾ നമ്മുടെ അടുത്ത ടേബിളിൽ എന്താ എഴുതുന്നത്? എക്സ് ഇൻറ്റു പി എക്സ്. എക്സ് ഇൻറ്റു പി എക്സ് കാണാൻ എളുപ്പമാണല്ലോ. ഇവ തങ്ങളിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. 0, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3/8. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/8. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/8. ഓക്കെ, ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 6 + 3 9, 9 + 3 12. അപ്പോൾ 12/8. അപ്പോൾ മീൻ എത്രയാണ് നമുക്ക്? 12/8 ആണ്. ഇവിടെ 4 കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/2. അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ. ഇനി അടുത്ത് എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് കാണണം. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എങ്ങനെയാണ് കാണുന്നത്? വേരിയൻസ് ഓഫ് എക്സ് കാണാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. എങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ആണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് കാണാൻ എളുപ്പമായി ടീച്ചർ എന്താ പറഞ്ഞത്? ഇവ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവ തങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, ഇവ തങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/8, ഇവ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12/8.
ഇനി ഇവ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9/8. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് നമ്മൾ കണ്ടു. ഇനി എന്ത് വേണം? അതിൻ്റെ സം എത്ര? 12 3 15, 15 9 24, 24/8. അപ്പോൾ 24/8 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എത്രയാണ്? 3/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി 24/8 എത്രയാണ്? 3. അപ്പോൾ 3 മൈനസ് 9/4. ബുദ്ധിമുട്ടില്ലല്ലോ അവിടെ എഴുതുന്നത്. 3 മൈനസ് 9/4 എത്ര വരും? 4 3s are 12, 12 minus 9 3. ഓക്കെ, അപ്പോൾ 3/4 വിച്ച് ഈസ് ദ വേരിയൻസ്. ഓക്കെ, അപ്പോൾ 3/4 ആണ് വേരിയൻസ്. Let x denote the number of study hours of a person during a randomly selected day. അതായത് എക്സ് എന്ന് പറഞ്ഞത് ഒരാളുടെ സ്റ്റഡി അവേഴ്സിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഈസ്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അവർ തന്നിരിക്കുകയാണ്. അതാണ്ട് എക്സ് പി എക്സ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിളും പ്രോബബിലിറ്റി അവർ തന്നിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നിരിക്കുകയാണ്. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് ഹി സ്റ്റഡീസ് അറ്റ്ലീസ്റ്റ് 2 hours. അതുപോലെ പ്രോബബിലിറ്റി ദാറ്റ് ഹി സ്റ്റഡീസ് അറ്റ്മോസ്റ്റ് 2 hours ആൻഡ് പ്രോബബിലിറ്റി ഓഫ് 1 less than x less than 4. 1നും 4നും ഇടയ്ക്ക് അവേഴ്സ് പഠിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ സബ് ക്വസ്റ്റ്യൻസ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നിട്ട് അങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷനായിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട് കെയുടെ വാല്യൂ കാണാൻ. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? ഇങ്ങനൊരു ടേബിൾ കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു കാര്യം എഴുതണം. പ്രോബബിലിറ്റിയുടെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അതിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കെയുടെ വാല്യൂ കാണാൻ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വന്നാൽ ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്? സിഗ്മ പി എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ആൻസർ തെറ്റിയാൽ ഇതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ സിഗ്മ പി എക്സ് ഈക്വൽ 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 0.1 പ്ലസ് ഈ കെ എല്ലാം കൂടെ ആഡ് ചെയ്ത് 3 പ്ലസ് 6k ഈക്വൽ ടു 1. 0.1 പ്ലസ് 6k ഈക്വൽ ടു 1. നമുക്ക് കെ അല്ലേ വേണ്ടത്, 1 അപ്പുറത്തുണ്ടോ? അപ്പോൾ 6k ഈക്വൽ ടു 1 മൈനസ് 0.1 വിച്ച് ഇസ് ഈക്വൽ ടു 0.9. 6k ഈക്വൽ ടു 0.9. therefore k ഈക്വൽ ടു 0.9/6. ഈ 9 നമുക്ക് 9/10 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് 9/10 ഇൻറ്റു 6. ഇവിടെ നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 3/20. കെ ഈസ് ഈക്വൽ ടു 3/20. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം കെ എന്നുള്ളതൊരു പ്രോബബിലിറ്റിയാണ്. ഒരിക്കലും പ്രോബബിലിറ്റിയുടെ വാല്യൂ 1ൽ കൂടാൻ പാടില്ല. അങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ എക്സാമിനൊക്കെ കുട്ടിയുടെ വലിയ നമ്പറൊക്കെ എഴുതി വയ്ക്കും കെയുടെ വാല്യൂ ആയിട്ട്. അപ്പോൾ കെ ഒരു പ്രോബബിലിറ്റി ആയതുകൊണ്ട് ഒരിക്കലും അത് 1ൽ കൂടാൻ പാടില്ല. ഒരു ഡെസിമലോ ഫ്രാക്ഷനോ ആയിരിക്കും. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറാണ് കെ ഈസ് ഈക്വൽ ടു 3/20. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് നോക്കിയേ. പ്രോബബിലിറ്റി ദാറ്റ് ഹി സ്റ്റഡീസ് അറ്റ്ലീസ്റ്റ് 2 hours. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 2 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും പഠിക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 എങ്കിലും, അപ്പോൾ അതിൽ കൂടാം. 2 മണിക്കൂറെങ്കിലും പഠിക്കുന്നപ്പോൾ അല്ലെങ്കിൽ 2ഓ അതിൽ കൂടുതലോ ആയിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് വരുമ്പോൾ എപ്പോഴും എന്താണ്? ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു 2ഓ അതിൽ കൂടുതലോ, അറ്റ്ലീസ്റ്റ് 2 എങ്കിലും. അപ്പോൾ നിങ്ങളത് അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 ആണെന്ന് ഓർത്തോണം. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ 2ഉം അതിൽ കൂടുതലും. 2ഉം അതിൽ കൂടുതലും ഏതൊക്കെ നമുക്കുണ്ട്? 2 3 4. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ 2 3 4. എക്സിന് 2ഉം 3ഉം 4ഉം വാല്യൂസ് വരുന്നതാണ്.
എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് എക്സ് സിക്ക് 2, 3, 4 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2, 3, 4 കൂടെ വരുന്ന പ്രോബബിലിറ്റി നോക്കേ, 2, 4, 5 5K ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2, 3, 4 വരുന്ന പ്രോബബിലിറ്റി ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 5K വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു കെക്ക് പകരം 3/20 വിച്ച് ഈസ് ഈക്വൽ ടു 15/20. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ഹീ സ്റ്റഡീസ് അറ്റ്ലീസ്റ്റ് 2 ഹവേഴ്സിൻ്റെ ആൻസർ എത്രയാണ്? 15/20. ഇനി അടുത്തത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ഹീ സ്റ്റഡീസ് അറ്റ്മോസ്റ്റ് 2 ഹവേഴ്സ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2, അപ്പോൾ 2ഓ അതിൽ കുറവോ എന്നാണ്. ഓക്കെ, അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, മാക്സിമം 2. അപ്പം ബാക്കി അതിൽ കുറവാണ്. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ എഴുതിയിട്ട് പഠിക്കണം. എങ്ങനെയാണെന്നറിയാമോ? അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് ഇങ്ങനെ മാറ്റി എഴുതി പഠിക്കണം. കൺഫ്യൂഷൻ ഉണ്ടാകുന്നവർ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് വരുമ്പോൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവും അറ്റ്മോസ്റ്റ് വരുമ്പോൾ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലീസ്റ്റ് വരുമ്പോൾ ഈ അറ്റം കൂർത്തിരിക്കും. മോസ്റ്റ് വലെന്ന് പറയുമ്പോൾ ഈ അറ്റം തുറന്നിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് മറക്കാതിരിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ഹീ സ്റ്റഡീസ് അറ്റ്മോസ്റ്റ് 2 ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ 2 മണിക്കൂറോ അതിൽ താഴെയോ. അപ്പോൾ ഇവിടെ ഏതാണ് 2 മണിക്കൂർ അതിൽ താഴെ എന്ന് പറയുമ്പം 210. അപ്പോൾ എക്സിന് ഏതൊക്കെയാണ് ഇവിടെ വാല്യൂ വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ 210 എന്ന് ആഡ് ചെയ്തേ 3K പ്ലസ് 0.1. അപ്പോൾ എന്താണ് 3K പ്ലസ് 0.1 എന്ന് പറഞ്ഞാൽ 3K എന്ന് പറഞ്ഞാൽ 3 × 3/20 പ്ലസ് 0.1. 3/3/20 എത്ര വരും? 9/20. 9/20 പ്ലസ് 0.1 അങ്ങ് ഡെസിമൽ ആക്കി പറഞ്ഞേ 1/10. അപ്പോൾ 1/10 ഇതും കൂടെ 20 ആക്കുമ്പോൾ ഇവിടെ 2/20 വരും. ദാറ്റ് ഈസ് 11/20. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ദാറ്റ് ഹീ സ്റ്റഡീസ് അറ്റ്മോസ്റ്റ് 2 ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്? 11/20. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ഇട്ടിട്ടുണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. 1നും 4നും ഇടയ്ക്കുള്ള അവേഴ്സ്. അപ്പോൾ 1ഉം 4ഉം വരാനും പാടില്ല. അപ്പോൾ ഇവിടെ 1നും 4നും ഇടയ്ക്ക് ആരൊക്കെയാണ് വരുന്നത്? 2ഉം 3ഉം. അപ്പോൾ നാലാമത്തെ ആൻസർ ഇങ്ങനെയൊക്കെ എക്സാമിന് വരും. അതുകൊണ്ട് അതറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻ ഇട്ട്. പ്രോബബിലിറ്റി ദാറ്റ് ഹീ സ്റ്റഡീസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. അപ്പോൾ നമുക്കവിടെ പ്രോബബിലിറ്റി ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 3ഉം. അപ്പോൾ നാലാമത്തെ ആൻസർ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ വരും? 2 and 3 വിച്ച് ഈസ് ഈക്വൽ ടു 2 വരും. 2 and 3 എന്ന് വരുമ്പോൾ 2 + 2 എത്ര വരും? 4K ഈക്വൽ ടു 4 × 3/20 ഈക്വൽ ടു 12/20. ഓക്കെ, അപ്പം ഫസ്റ്റിൻ്റെ ആൻസർ 3/20 ആണ് കെയുടെ വാല്യൂ. പിന്നെ അറ്റ്ലീസ്റ്റ് 2 ഹവേഴ്സ് വരുന്നതിൻ്റെ ആൻസർ 15/20. അറ്റ്മോസ്റ്റ് 2 ഹവേഴ്സ് ആണെങ്കിൽ 11/20. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ 4K ദാറ്റ് ഈസ് 12/20. നോക്കേ, ഇതെല്ലാം പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ് എപ്പോഴും 1ൽ ചെറുതായ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അത് ഓർമ്മ വേണം. ഇത് ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 2 dice are thrown simultaneously. If x denote the number of sixes, find expectation of x. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ്? ഏതാണ്? 2 dice are thrown. 2 ഡൈസ് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ത്രോ ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിക്സസ് ആണ്. അപ്പോൾ 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ വരുന്ന സിക്സസിൻ്റെ എണ്ണമാണ് എക്സ്. ദെൻ ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ നമുക്കറിയാം 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസ് എന്താണ് വരുന്നത്? 1 1
1 2 അങ്ങനെ നമുക്ക് 1 6 അതുപോലെ 2 1 അങ്ങനെ 2 6 വരെ അങ്ങനെ എത്ര എലമെൻറ്റ്സ് നമുക്ക് ഇവിടെ വരും 6 6 വരെ. ടീച്ചർ ഇപ്പോൾ എല്ലാം എഴുതുന്നതൊക്കെ ഫസ്റ്റ് ഇയർ തൊട്ടേ നിങ്ങൾ പ്രോബബിലിറ്റി പഠിക്കുന്നതാണ്. അപ്പം 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് 6 സ്ക്വയർ 36. അതായത് നമ്മുടെ സാമ്പിൾ സ്പേസിൽ 36 എലമെൻറ്റ്സ് ഉണ്ട്. ഞാനതെല്ലാം കൂടി ഇവിടെ എഴുതുന്നില്ല. ഇനി എക്സ് എന്താണ് പറയുന്നത് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് സിക്സസ്. 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ വരുന്ന സിക്സുകളുടെ എണ്ണം എങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം നമ്മുടെ റാൻഡം വേരിയബിൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം ഒന്ന് പറഞ്ഞേ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം എന്നൊന്ന് പറ. അതായത് 2 6 വരാം പിന്നെയോ 1 6 വരാം പിന്നെയോ 6 വരാതെ ഇരിക്കാം. ഓക്കെ, ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എല്ലാ 36 എലമെൻറ്റ്സ് എഴുതി നോക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ടീച്ചർ ഈ വീഡിയോ ലെങ്തി ആയി പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രയാസം, അതുകൊണ്ടാണ് ടീച്ചർ ഇച്ചിരി ഷോർട്ട് ആക്കുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ വേണേൽ 36 എലമെൻറ്റ്സ് എഴുതിക്കോണം. ഇപ്പം നമ്പർ ഓഫ് സിക്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ വരാം എക്സിൻ്റെ വാല്യൂസ് 2 6കൾ വരാം, 1 6 വരുന്ന കേസസ് ഉണ്ട്, 6 വരാത്ത കേസുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സിന് വരുന്ന വാല്യൂസ് എന്താണ് നോ 6 എക്സ് ടേക്സ് ദ വാല്യൂസ് നോ 6 1 6 2 6s. ഓക്കെ, അപ്പോൾ എക്സിന് 0 1 2 എന്നുള്ള വാല്യൂസാണ് വരുന്നത്. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണണമെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വേണ്ടേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാൻ ചോദിക്കുമ്പോൾ ഈ സാമ്പിൾ സ്പേസ് എഴുതുന്നതിന് ചിലപ്പോൾ മാർക്ക് കാണും, ഇവയ്ക്കെല്ലാം മാർക്ക് കാണും, ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനും മാർക്ക് കാണും. നമുക്ക് ഓരോ പ്രോബബിലിറ്റി ഒന്ന് കാണാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 6 വരാത്ത പ്രോബബിലിറ്റി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ ഒരുപാട് എണ്ണം വരുമ്പോൾ എളുപ്പം എഴുതാവുന്നത് ആദ്യം എഴുതണം. ഓക്കെ, നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1ഉം വേണം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2ഉം വേണ്ടേ. അപ്പം ഈ 3 പ്രോബബിലിറ്റി നമുക്ക് വേണം. എഴുതാൻ ഏറ്റവും എളുപ്പം എന്താ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 അല്ലേ, 2 6 വരുന്നതല്ലേ എളുപ്പം എഴുതാൻ. അപ്പോൾ അത് ആദ്യം അങ്ങ് എഴുതുക. അപ്പോൾ 2 6 വരുന്ന എത്ര കേസ് ഉണ്ട് നമ്മൾ ഈ സാമ്പിൾ സ്പേസ് വെച്ച് നിങ്ങൾക്ക് പറയാമല്ലോ 2 6 വരുന്ന എത്ര കേസ് ഉണ്ട് ഒറ്റ ഒരു കേസേ വരൂ 6 6. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇത് ആദ്യമേ എണ്ണി നമുക്ക് സമയം കളണ്ട അതിന് വേണ്ടി. ഇനി എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ 1 6 വരുന്ന കേസസ്. ഓക്കെ, അപ്പോൾ 1 6 വരുന്ന കേസസ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്താണ് 1 6 2 6, അതായത് 1 6 2 6 3 6 4 6 5 6. ഇനി 6 6 വരില്ല, 6 6 നമ്മളിവിടെ എടുത്തുപോയി. ഇനി തിരിച്ചും വരത്തില്ലേ 6 1 6 2 6 3 6 4 6 5. അങ്ങനെ എത്ര കേസസ് വരുന്നുണ്ട് ഇവിടെ നോക്ക് 5 5 10 കേസസിലാണ് എന്താ 1 6 വരുന്നത്. ക്ലിയർ ആയില്ലേ. അപ്പോൾ 2 6 വരുന്നത് ഒരെണ്ണം, 1 6 വരുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 10 കേസ്. അപ്പോൾ ഇത് എത്രയാണ് 10 ഓക്കെ, ഇവിടെ 1/6 അല്ല 2 ഡൈ ത്രോ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എത്രയാണ് 1/36. ഇവിടെ എത്രയാണ് വരുന്നത് 10/36. ക്ലിയർ ആവുന്നു. 2 6 വരുന്നത് ഒരെണ്ണം 1/36, 1 6 വരുന്നത് 10 എണ്ണം 10/36. അങ്ങനെയാണെങ്കിൽ 6 വരാത്തത് എങ്ങനെയാണ് കാണുന്നത്? ഇനി എണ്ണണ്ട, ഇതിൽ നിന്ന് കുറച്ചാൽ പോരെ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 36. ഇവിടെ എത്ര എണ്ണം പോയി 11 എണ്ണം പോയി. ഇനി ബാക്കി എത്രയാണ് 25 എണ്ണം അല്ലേ. മൊത്തം 36ൽ 11 എണ്ണം പോയാൽ ബാക്കി എത്രയാണ് 25. അപ്പോൾ ഇവിടെ എത്രയാണ് 25/36. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇവിടെ എക്സിന് നമ്പർ ഓഫ് സിക്സസ് ആയതുകൊണ്ട് 3 കേസസ് വരാം 0 1 and 2. 2 മീൻസ് 2 6s. അതാണ് നമുക്ക് എഴുതാൻ ഏറ്റവും എളുപ്പം. അത് കഴിഞ്ഞ് എളുപ്പമുള്ളത് 1 6 വരുന്നതാണ്, അത് 10 എണ്ണം. ഇത് 2 എഴുതിയാൽ ബാക്കി എണ്ണാൻ നിൽക്കേണ്ട, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 36. അതുകൊണ്ട് ഇത് എത്ര എണ്ണം ആയിരിക്കും 25. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വേണമെങ്കിൽ എന്ത് വേണം ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വേണം. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഒന്ന് ഉണ്ടാക്കാം. എങ്ങനെയാണ് എക്സ് പി എക്സ്. ഓക്കെ, എക്സ് പി എക്സ്, എക്സ് ഒക്കെ 0 1 2.
0 വരുന്നത് എത്രയാണ്? 25/36. 1 വരുന്നത് 10/36. ഇനി 2 വരുന്നത് 1/36. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 36. ഇനി എങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ എന്ത് കാണേണ്ടതുണ്ട്? എക്സ് ഇൻറ്റു പി എക്സ് കാണണം. ഓക്കെ, എക്സ് ഇൻറ്റു പി എക്സ് കാണണം. ഗുണിച്ച് പറ 0. ഇവ ഗുണിച്ച് 10/36. ഇത് ഗുണിച്ച് 2/36. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഇത് തങ്ങളിലങ്ങ് ആഡ് ചെയ്താൽ മതിയല്ലോ. ഇത് ആഡ് ചെയ്ത് എത്ര വരും? 10 2 12. 12/36 ഈക്വൽ ടു 1/3. 12 3 36. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? 1/3. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കറക്റ്റ് ആണെങ്കിൽ ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് നിങ്ങൾ കറക്റ്റ് ആക്കേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ഓൺ എ ത്രോ ഓഫ് ആൻ അൺബയസ്ഡ് ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ്, അതിൻ്റെ മീനും വേരിയൻസും കാണാനാണ്. ഇത് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഇവിടെ തന്നെ നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ്, ഇവിടെ നമ്മുടെ ഹെഡ് ത്രോൺ ടെയിൽ ത്രോൺ എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഒബ്റ്റെയിൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം ഒന്ന് പറഞ്ഞേ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ്. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ എന്തൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. സോ എക്സ് ടേക്സ് ദ വാല്യൂസ് 1 2 3 4 5 and 6. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് പ്രോബബിലിറ്റിയും കൂടെ പറഞ്ഞു പോവാം. അപ്പോൾ എക്സിന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് വരാം? നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ആയതുകൊണ്ട് 1 2 3 4 5 6 വരാം. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഒന്ന് എഴുതാം. എക്സ് പി എക്സ് 1 2 3 4 5 6. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 വരാനുള്ള നമ്പർ 1 വരാനുള്ള പ്രോബബിലിറ്റി മൊത്തം 6 നമ്പറല്ലേ വരൂ. അപ്പം നമുക്കതിൻ്റെ സാമ്പിൾ സ്പേസ് എന്താ വരുന്നത്? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ആണ്. മൊത്തം 6 കേസസ്. അതിൽ 1 വരാനുള്ള പ്രോബബിലിറ്റി എത്ര? ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 1/6. ഇനി 2 വരാനുള്ള പ്രോബബിലിറ്റിയോ? അത് ഒരെണ്ണമല്ലേ ഉള്ളൂ, 1/6. 3 വരാനുള്ള പ്രോബബിലിറ്റിയോ? 1/6. 4 വരാനും 1/6, 5 വരാനും 6 വരാൻ, അതായത് ഓരോന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/6. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയേ, 6/6 1 അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് എന്നല്ലേ. മീൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു പി എക്സ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതണം? എക്സ് ഇൻറ്റു പി എക്സ് എഴുതണം. ഓക്കെ, എക്സ് ഇൻറ്റു പി എക്സ് എത്ര വരും? 1/6, 2/6, 3/6, 4/6, 5/6 and 6/6. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വെട്ടിക്കളയരുത്. ഈ ഡിനോമിനേറ്റർ സെയിം ആയി കിടന്നാൽ നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ സം എത്ര വരും? 3 6 10 15 6 21, 21/6 ആണ് ഇവയുടെ സം. ക്ലിയർ ആയില്ലേ? അതായത് എക്സ് ഇൻറ്റു പി എക്സ് നമ്മൾ കണ്ടു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 15 18 20, 21/6 ആണ് നമ്മുടെ എക്സ് ഇൻറ്റു പി എക്സിൻ്റെ സം. ഇനി വേരിയൻസ് കൂടെ വേണ്ടേ? അതുകൊണ്ട് നമ്മൾ എന്ത് കാണണം? എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സും കൂടെ കാണണം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ഒന്ന് കാണുന്നത് എങ്ങനെ? ഇതിൻ്റെ കൂടെ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ എത്ര ഇവിടെ വരുന്നത്? 1/6, 4/6, 9/6, 16/6, 25/6, ഇവിടെയോ 36/6. ഇനി ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5
14, 14, 16, 30, 30, 25, 55, 36, 55, 36 കൂടെ 91. അപ്പോൾ ഇതിൻ്റെ സം എത്ര വന്നു? 91/6. എളുപ്പമല്ലേ? വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ എഴുതി അങ്ങ് ആഡ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. മീൻ എന്താണ്? മീൻ ഈസ് ഈക്വൽ ടു 21/6. ദാറ്റ് ഈസ് അവിടെയൊക്കെ നിങ്ങൾ എഴുതണേ. എന്താ? മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് ഈക്വൽ ടു 21/6. ഓക്കെ. ഇനി അടുത്ത എന്താ നമുക്ക് കണ്ടേ? മീൻ ആൻഡ് വേരിയൻസ് എന്നല്ലേ? Okay, that is what is variance? Variance is equal to expectation of x square minus expectation of x the whole square, which is equal to expectation of x square ആണ് നമ്മൾ ഇവിടെ കണ്ട എത്രയാണ്? 91/6 minus expectation of x square എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ 21/6 the whole square. ഓക്കെ. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുത്തോണം. 91/6 മൈനസ് 21/6 ദ ഹോൾ സ്ക്വയർ ആദ്യം സിംപ്ലിഫൈ ചെയ്ത് വയ്ക്കുക. ഇത് ഡിവൈഡ് ചെയ്യുക, ഇത് സബ്ട്രാക്ട് ചെയ്യുക. അതായിരിക്കും വേരിയൻസ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്ത് വേണം? വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ. ഇനി ഇത്രയും മതി. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബെർണോളി ട്രയൽസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.